പെരുങ്ങോട്ടുകാരിൽ വിഷ്ണുമായ കർണൻ, പാവങ്ങളുടെ ആന എന്ന് പറയുന്ന ഒരു ഇതാണല്ലോ ഇപ്പൊ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്. ഊന്നാൻ എന്നാണ് പറയുന്നത്. ഞാൻ കേട്ടത് ആനാന്ന് കേട്ടത്. ഊന്നാൻ ഇത് നമ്മൾ പഠിപ്പിക്കണോ, അത് പെട്ടെന്ന് പഠിച്ചെടുക്കുക. അവിടെ ഇവിടെ അപ്പുറത്ത് ഊന്നാൻ ബ്രാൻഡ് കള്ളിന്റെ ബ്രാൻഡല്ല, ഹണീബിയും ബെക്കാടി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രതീഷ്. പപ്പായ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ കേരള റൗണ്ടപ്പിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ അടുത്തൊരു അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പെരുങ്ങോട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്, തൃശ്ശൂർ ജില്ലയിൽ. പെരുങ്ങോട്ടുകരയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പോത്ത് എന്ന് പറയുന്നത് പെരുങ്ങോട്ടുകരയിൽ വിഷ്ണുമായ കർണൻ എന്ന് പറയുന്ന പോത്തിനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വലിയൊരു ഭീമാകാരൻ പോത്തൊന്നുമല്ല, എങ്കിൽ കൂടി ഇവൻ്റേതായിട്ടുള്ള ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഇതിൻ്റെ കർഷകരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ കേരള റൗണ്ടപ്പിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 51ാമത്തെ എപ്പിസോഡ് മുതൽ നമ്മുടെ കേരള റൗണ്ടപ്പിൻ്റെ അവസാനമായി ഒരുപാടധികം ഗിവ്അവേസ് നമ്മൾ നൽകുന്നുണ്ട്. പോത്തുകുട്ടികളെ, അതുപോലെ തന്നെ എരുമക്കുട്ടികളെ, ഒരുപാടധികം മിനറൽ മിക്സുകൾ, ബയോബ്ലൂം, പ്രോട്ടീൻ പൗഡർ, ഇങ്ങനെയൊക്കെ ഒരുപാടധികം സാധനങ്ങൾ നമ്മൾ ഗിവ്അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കേരള റൗണ്ടപ്പിൻ്റെ എല്ലാ എപ്പിസോഡുകളിലും ഡിസ്ക്രിപ്ഷനിലായിട്ട്, നമ്മുടെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഒരു ലിങ്ക് ഉണ്ടാകും. www.papayablogs.com എന്ന നമ്മുടെ വെബ്സൈറ്റ്. അതിൽ കയറുക, നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ട് കാത്തിരിക്കുക നമ്മുടെ കേരള റൗണ്ടപ്പിൻ്റെ അവസാനത്തിലേക്ക്. ഞെരക്കെടുപ്പിലൂടെ ഒരുപാടധികം പേരെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ നൽകുന്നതെന്ന് പറഞ്ഞാൽ മേഡൻ മുറാഫാമ ജോഷേട്ടൻ നൽകുന്ന ഒരു മുറ പോത്തുകുട്ടിയെ, അതുപോലെ തന്നെ നമ്മുടെ KMF ബിനു കമാൻഡോയുടെയൊക്കെ ഓണറായിട്ടുള്ള ബിനുചേട്ടൻ നൽകുന്ന KMFൻ്റെ പേരിൽ നൽകുന്ന ഒരു മുറ എരുമക്കുട്ടി, അതുപോലെ തന്നെ നമ്മുടെ കാട്ടൂർ ഷാനവാസക നൽകുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ്, അതുപോലെ തന്നെ സൈഡസ് അനിമൽ ഹെൽത്ത് എന്ന് പറയുന്ന കമ്പനി നൽകുന്ന 10 കർഷകർക്ക്, ക്ഷീര കർഷകർക്ക് ചെന പിടിക്കാനും അതുപോലെ ഹീറ്റ് ആവാനും വേണ്ടിയിട്ടുള്ള ഒരു മിനറൽ പൗഡർ, CRS എന്ന് പറയുന്ന പൗഡർ 10 കർഷകർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരള റൗണ്ടപ്പിൻ്റെ സ്പെഷ്യാലിറ്റികൾ. അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് വിഷ്ണുമായ കർണൻ. ഇവൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്ന 2 പേര്, ഒന്ന് വിഷ്ണുമായ കർണനും അതുപോലെ തന്നെ വിഷ്ണുമായ ഭദ്രനും. അങ്ങനെ 2 പോത്തുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇതിനെ പരിപാലിക്കുന്നത് ജിതിൻ ചേട്ടൻ്റെ കുടുംബമാണ് നിൽക്കുന്നത്, ഭാര്യ, 2 മക്കൾ. അപ്പോൾ ഇവരാണ് ഇതിനെ പരിപാലിക്കുന്നതും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം ജിതിൻ ചേട്ടാ, പപ്പായ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. പറയുന്നത് ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്, അല്ലെങ്കിൽ പോത്തിനെ വളർത്തണമെന്നൊരു ആഗ്രഹമൊക്കെ എന്ന് തൊട്ട് തുടങ്ങി? പോത്തിനെ നമ്മള് അച്ഛനുമായിട്ട് കൊല്ലങ്ങളായിട്ടുള്ളത് ഉണ്ട് നമുക്ക് പോത്ത് വളർത്തൽ. ഇതിപ്പോ നമ്മള് മേടിച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞ ജൂലൈ 27-ാം തീയതിക്ക് 3 കൊല്ലായി മേടിച്ചിട്ട്. വളരെ കുട്ടീനെ മേടിച്ചാണ്. 12,000 രൂപയ്ക്ക് തൃശ്ശൂർ ലാലൂര് ചന്തയിൽ നിന്ന് ഞങ്ങൾ മേടിച്ചതാണ് ഇതിനെ. രണ്ടിനും കൂടി ഒരുമിച്ച് മേടിച്ചത്. 12,000 രൂപ അല്ല, ഒരെണ്ണത്തിന് 12,000. അന്നൊക്കെ ആൾക്കാരെന്നെ കളിയാക്കി, ഇത് മോശ കുട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നിപ്പോ ഇവനെ കാണാനായിട്ട് പറഞ്ഞ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇതിനേക്കാളും നല്ല വളർച്ചയാണ് 2 ആൾക്കാർക്കും. പക്ഷെ എനിക്ക് കുറച്ച് വിഷമങ്ങളിലേക്ക് ആയിട്ട് 22 ദിവസം എടുക്കേണ്ടി വന്നു. ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ അത് കാരണം ഞങ്ങളല്ലാണ്ട് വേറെ ആൾ സമ്മതിക്കില്ല ഇവര്. ശരി. ഇപ്പൊ നമ്മള് തീറ്റ വെച്ച് കൊടുത്തു വരെ തിന്നാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കും അവര്. ശരി. അത്രയും ഇതാ. പിന്നെ വെച്ചാല് ഇവനെ ഭയങ്കര വൃത്തിമെടുപ്പാള്. അതിപ്പോ നമ്മള് കൊണ്ട് കെട്ടി കഴിഞ്ഞാലും ഒരു മണ്ണ് കുത്തി പൊളിക്കുകയും അങ്ങനത്തെ ഒരു ചെളിയിലേക്ക് ഇറങ്ങില്ല ആള്. വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്ക് അതിലിറങ്ങി കെടുക്കുള്ളൂ ആള്. ശരി. അപ്പൊ അവനെന്ന് പറഞ്ഞാല് കുറച്ച്
ശ്രുതി കൂടുതലാണ്. അങ്ങനെ അവനെ കൊഞ്ചിക്കല് കൂടുതലാ. അതെ, രണ്ടിനും ഒരുമിച്ച് തന്നെയാണ്. ഒരുമിച്ച് തന്നെ നമുക്ക് അറിയാൻ. അപ്പൊ അത് മകന്റെ കെയർഫിലായി കാരണം അവൻ ഭയങ്കര കൊഞ്ചിക്കല് കൂടുതലാ. അപ്പൊ അത് പറഞ്ഞനുസരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഇപ്പൊ വന്നപ്പോ തന്നെ നമ്മുടെ ആനകളോട് പറയുന്ന ഒരു ഭാഷ, ഞാൻ ആന ലോറി ഡ്രൈവറാണ്. അതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വന്നതാണ്. പ്രൊഫഷൻ ശരിക്കും പറഞ്ഞ ആന ലോറി ഡ്രൈവറാണ്. ഏതാണ്? ഞാൻ ഗുരുജി വളപ്പായി മണികണ്ഠൻ ശ്രീതാട്ടന്റെ കീഴിൽ വണ്ടി ഓടിക്കുന്നതാണ്. വണ്ടി ഓടിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആനയായിട്ട് നല്ല ആന കമ്പായിരുന്നു. പിന്നെ ആനയുടെ ഫീൽഡിലേക്ക് തിരിയാൻ പറ്റില്ല. വീട്ടുകാർക്ക് ഭയങ്കര വിഷമവും കരച്ചിലൊക്കെ. പിന്നെ ആനയുടെ ഫീൽഡ് വിട്ട് പിന്നെ ഇപ്പൊ ലോറി ഡ്രൈവർ ആയിട്ട് മാറി. അതാ പിന്നെ കുഴപ്പമില്ല. അമ്മ പറഞ്ഞു, അച്ഛനും പറഞ്ഞു, ഓട്ടം കഴിഞ്ഞ വണ്ടി കയറിയിരിക്കുക, ആനയുടെ പിന്നാലെ പോകണ്ട. കുറച്ച് അപകടം കാര്യങ്ങളൊക്കെ പറ്റി കാരണമൊക്കെ വീട്ടുകാർക്ക് ഭയങ്കര വിഷമം. പിന്നെ വൈഫും സമ്മതിക്കില്ല. അതുകൊണ്ടാണോ ഈ പാവങ്ങളുടെ ആന എന്ന് പറയുന്ന ഒരു ഇതാണല്ലോ ഇപ്പൊ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞു. പാവപ്പെട്ടവന്റെ ആന അല്ല, വീട്ടിലിങ്ങനെ ഒരു പോത്തുന്നുള്ള ഒരു എന്നോട് നല്ല ആനക്കാർ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു മൃഗങ്ങളോട് സംസാരിക്കുന്നത് ഏത് ചട്ടത്തിലാണ് അവർ പഠിപ്പിക്കുന്നത്, ആ ചട്ടത്തിൽ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞാൽ അത് അനുസരിക്കത്തുള്ളൂ. അപ്പൊ പിന്നെ വേറെ നമ്മളൊരാളെ പോയിട്ട് ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അത് വരത്തില്ല. നമ്മൾ ഇവനോട് പറയും ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ അങ്ങോട്ട് വരും. പിന്നെ വേറൊരു രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കില്ല. നമ്മള് ആ ടോക്ക് ശ്രദ്ധിക്കില്ല ഇവര്. അങ്ങനെയാണ്. നമ്മൾ പറയുന്ന ചട്ടം ഏതാണോ ആ ചട്ടത്തിലായിരിക്കും, ആ സൗണ്ടില് അവര് പിടിച്ചെടുക്കും. അപ്പം ഇവനെ ആന തന്നെ വിളിച്ചിട്ടാണ് ചേട്ടൻ നിക്കോട്ട് നമ്മള് ആനാന്ന് പറയില്ല. അപ്പൊ ഇങ്ങോട്ട് വരണം, അതുപോലെ അവിടെ ഊന്നാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് അപ്പൊ തല ഊന്നാൻ എന്നാണ് പറയുന്നത്. ഞാൻ കേട്ടത് ആനാന്ന് കേട്ടത്. ഊന്നാൻ എന്ന് പറഞ്ഞാ അവിടെ ഊന്നാന്ന് പറഞ്ഞാൽ രണ്ട് കാലും കൈയും വലിച്ചു നിൽക്കുക. അവിടെ അത് ആനയുടെ ഒരു അതാണ് അവിടെ ഊന്നാൻ പറയുന്നത്. അതെങ്ങനെ പഠിപ്പിച്ചത്? അത് ഇവനെ പ്രത്യേക ഒരു കഴിവാന്ന് വെച്ചാല് അവനേക്കാളും കഴിവ് എന്ത് നമ്മൾ പഠിപ്പിക്കണോ അത് പെട്ടെന്ന് പഠിച്ചെടുക്കുക. അതിപ്പോ നമ്മളിപ്പോ അങ്ങോട്ട് തിരിയാൻ പറഞ്ഞാലും നമ്മൾ പറഞ്ഞ തട്ടി കൊടുത്താൽ ഞാൻ അങ്ങോട്ട് തിരിയും. മറ്റുള്ള പോത്തിനെ പോലെ പറഞ്ഞാൽ കേൾക്കാത്തൊരു സാധനമാണ് പോത്ത്. നമ്മള് സ്വാഭാവികമായിട്ട് പറയുന്നത്. പക്ഷെ ഇവനെ നമ്മൾ അങ്ങനെ കാണില്ല. നമ്മളെന്ത് ഒരാഴ്ച കൊണ്ട് നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു അതാൾ പഠിച്ചെടുക്കും. അതെ. ഇപ്പൊ നമ്മള് മുട്ട് തരാനൊക്കെ പഠിപ്പിച്ചിരുന്ന പിന്നെ അതുപോലെ മടക്കിയിരിക്കാനൊക്കെ പഠിപ്പിച്ചിരുന്നു. ഹോസ്പിറ്റലേഴ്സും കാരണം ഡോക്ടർ പറഞ്ഞ എന്നോട് വലിയ കാര്യത്തിൽ സ്ട്രെയിൻ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ കാരണം പിന്നെ നമ്മൾ അതിൽ നിന്ന് വിട്ട് നിൽക്കാണ്. കുറച്ചൊരു 3 മാസത്തേക്ക് അത് വിട്ട് നിൽക്കാണ്. നമ്മൾ ഇങ്ങനെ മടക്കിയൊക്കെ വന്നിരുന്ന ആള് പഠിച്ചു വന്നിരുന്ന അങ്ങോട്ട് ഇറങ്ങാൻ അവിടെ ഇവിടെ ഒപ്പുറത്ത് ഊന്നാൻ അവിടെ ഊന്നാൻ. ഇപ്പൊ എത്ര പ്രായമുണ്ട് രണ്ടുപേർക്ക്? എത്ര നാളായി? 4 വയസ്സിന് താഴെ. 4 വയസ്സിന് താഴെ. കഴിഞ്ഞ ജൂലൈ 27 3 കൊല്ലായി. ജൂലൈക്ക് 3.5 വയസ്സായിട്ടുണ്ടെന്ന്. ഇപ്പൊ 3.5 വയസ്സ് 4 ആവാൻ പോകും. ഒരു 4 മാസം 3 മാസത്തെ കുട്ടീനെ പാൽപ്പൂട ചെമ്പമ്പൂട കുട്ടീനെ നമ്മൾ മേടിച്ച് കൊണ്ടുവന്നതാണ്. എന്തൊക്കെ ആഹാരമാണ് ചിട്ടപ്പെടുത്തുന്നത്? എന്തൊക്കെ ആഹാരങ്ങളാണ് സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കില്ലേ? നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം കാരണം കാശുള്ളപ്പോ തീറ്റ മേടിച്ചു കൊടുക്കും. തീറ്റ കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കൊടുക്കും. 10 കിലോ കായത്തണ്ട് കൊടുക്കും ഞങ്ങള്. സ്ഥിരമായിട്ട് കൊടുക്കും. അത് 2 ആൾക്ക് 5 കിലോ വെച്ച് കൊടുത്തിട്ട് അതിൽ തേങ്ങാ പിണ്ണാക്കും അരിത്തവിടും കൂടി മിക്സ് ചെയ്ത് കുഴച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ തിന്നോളും. എന്താണ് വിഷ്ണുമായ കർണൻ, വിഷ്ണുമായ ഭദ്രൻ എന്നൊക്കെ? അതാണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള പ്രശസ്തനായ അമ്പലമാണ് വിഷ്ണുമായ അമ്പലം, അവണയങ്കാട് വിഷ്ണുമായ ക്ഷേത്രം. അപ്പൊ ആൾക്ക് നമ്മൾ ഭയങ്കര ആദ്യമാണ് ആളോട്. അപ്പൊ പിന്നെ ഇവനും എല്ലാരും പറഞ്ഞു നല്ലൊരു ഐശ്വര്യമുള്ള ഒരു പോത്താണ്. നമ്മള് 2 ആൾക്കും പെറ്റ് നെയിം ഉണ്ട് വേറെ. ഇവന്റെ പേര് ഹണി, അവന്റെ പേര് ബക്കാടി. മക്കളെ ആ പേരിലാണ് 2 ആളെയും അറിയപ്പെടുന്നത്. ബ്രാൻഡ് കള്ളിന്റെ ബക്കാടി. അപ്പൊ ഇവനെ ഇവനെ ആദ്യം കുത്താൻ വന്നിരുന്നു. എല്ലാവരും ഓടിപ്പിച്ചിരുന്നു. അപ്പൊ ഇവനെ വരെ മക്കളെ വരെ അടുപ്പിച്ചിരുന്നില്ല. 2 ആളും ഒരു 1.5 വയസ്സ് വരെ 2 ആളും അടുപ്പിച്ചിരുന്നില്ല. എന്നെ വൈഫിനും അച്ഛനും മാത്രം അടുപ്പിച്ചിരുന്നു.
പിന്നെ അച്ഛന് ജോലിയുള്ള കാരണം അച്ഛനെ സമ്മതിക്കില്ല ഇപ്പൊ. അച്ഛനെ സമ്മതിക്കില്ല. അതുപോലെ മൂക്കുത്തിട്ട് ഇപ്പൊ ഒരു 6 മാസം അത്ര ആയിട്ടുള്ളൂ. അല്ല, നമുക്ക് ഭയങ്കര കെയറിങ് ആയിരുന്നു. ഇതിപ്പോ നമുക്ക് ഇതിന്റെ ഇടയിൽ 2-3 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് ഭയങ്കര കെയറിങ് ആയിരുന്നു. അപ്പൊ അവര് കൊടുത്തപ്പോ ഇവർക്ക് നിക്കാൻ പറ്റാണ്ടായി. അവര് എടുത്തേക്ക് കൊടുത്തത്. അപ്പൊ പിന്നെ അങ്ങോട്ട് ഓടുമ്പോ പിന്നെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ കുത്തിയ. പിന്നെ വൈഫാണ് ഫുൾ ടൈം നോക്കുന്നത്. ഇപ്പൊ പറഞ്ഞു ജോലിയുടെ തിരക്ക് അല്ലെങ്കിൽ ഇതിനെ തീറ്റ ചെലവിന് ഭയങ്കര പാട് എന്നൊക്കെ പറഞ്ഞു. ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടപ്പോഴും ഇതിനെ വളർത്തുക എന്നുള്ള ഒരു ക്രേസ് എന്താണ്? ഒരു ക്രേസ് തന്നെ. ഇതിനു മുമ്പ് ഞാൻ വളർത്തിരുന്ന പോത്തുകൾക്ക് ഒരു രൂപ തീറ്റ പോലും മേടിച്ചു കൊടുത്തിരുന്നില്ല. വെറും പുല്ലരിഞ്ഞ് കൊണ്ടുവരിക അത്രേ ഉള്ളൂ. പക്ഷെ ഇവരെ ഞാൻ 1 വയസ്സ് ഞാൻ ആദ്യം കൊണ്ടുവന്നപ്പോ തീറ്റ കൊടുത്തപ്പോ ഒരു തിന്നില്ല. അങ്ങനെ തിന്നണ്ടായപ്പോ നമുക്ക് വിഷമമായി. പിന്നെ നമ്മൾ തീറ്റ കൊടുത്തില്ല. പിന്നെ ഒരു വയസ്സിന് ശേഷമാണ് കുറച്ച് നാൾ എൻ്റെ പെങ്ങളുടെ ഭർത്താവ് നോക്കി. ഞാൻ കുറച്ച് ജോലി സംബന്ധമായി മാറി നിന്നപ്പോൾ എന്നുവെച്ചാൽ തീറ്റ കൊടുക്കണ കേരളക്കാരാണ് നോക്കിയപ്പോൾ ആള് കുറച്ച് ചോടപ്പൊടി ഇട്ട് കൊടുത്തപ്പോൾ നല്ല വേനൽക്കാലായിരുന്നു. അപ്പോൾ ആള് ഇവര് കുടിച്ചു തുടങ്ങി. അപ്പൊ പിന്നെ ഞാനൊരു 3 മാസം കഴിഞ്ഞ് ഇവിടെ വന്നേക്ക് പോത്ത് ഭയങ്കര വലിപ്പവും. അപ്പൊ പിന്നെ എനിക്ക് തോന്നി കൊടുക്കണ്ടാന്ന്. ഇപ്പൊ ഇന്നലെ വരെ കച്ചവടക്കാർ വന്ന് പോയിക്കൊണ്ടിരിക്കുക ചോദിച്ചിട്ട് കൊടുക്കില്ലേ നമ്മള്. ഇത് എന്താ വിലയൊക്കെ വരുന്നുണ്ട് ഇപ്പൊ? ഇല്ല, മോഹവിലായിട്ട് അവര് നല്ല വിലക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മളതിപ്പോ കൊടുക്കണില്ല. നമ്മൾ ആലോചിക്കുന്നില്ല, വിലയുടെ കാര്യം നമ്മൾ ആലോചിക്കുന്നില്ല. ഭദ്ര അവനിപ്പോ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു നിൽക്കുന്നുണ്ട് ക്രിസ്മസിനായിട്ട്. അപ്പൊ അവനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തികം ഒന്ന് ഡെവലപ്പ് ആവും. പിന്നെ ഇവനെ കാര്യം ഒന്ന് ഡെവലപ്പ് ആക്കി എടുക്കാൻ പറ്റും. എന്തായാലും ഇവനെ കൊടുക്കത്തില്ല. ഇല്ല, അവന് കൊടുക്കില്ല. അപ്പൊ ചേച്ചിയുടെ പേര് അഞ്ജു. അപ്പം ജിതിൻ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ പോത്തിനോടൊരു പ്രത്യേക താല്പര്യം നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചേച്ചിയുടെ കാര്യം? അങ്ങനെയാണോ? ഇവിടെ കല്യാണം കഴിച്ചോണ്ട് വരുമ്പം അതിനു മുമ്പ് മുന്നൊന്നും പോത്തിനായിട്ടൊരു ബന്ധമില്ല എനിക്ക്. ആടുണ്ടായിരുന്നു വീട്ടില്. പിന്നെ ഇവിടെ വന്നിട്ടും ഇവിടെ ആടുകളുണ്ടായിരുന്നു, അവരൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ പോത്ത് അച്ഛനായിട്ട് പോത്തങ്ങളെ നോക്കിയിരുന്നു. അവർക്ക് വെള്ളം കൊടുക്കും, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവരെ വന്ന പിന്നെ ഇവരടുത്ത് തന്നെയാണ് എപ്പോഴും. ഇതിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? അങ്ങനെ ഉണ്ടോ? അതോ രണ്ടാളോടും ഇഷ്ടം തന്നെയാണ്. പിന്നെ ഇത്തിരി കുറുമ്പ് കൂടുതൽ ഇവനെയാ. അപ്പൊ അതുകൊണ്ട് ഇവന്റെ അടുത്തേക്ക് ഇത്തിരി ചായ്വ് വരും. അതുകൊണ്ട് തന്നെ അവനെ കൊടുക്കാനുള്ള ഒരു കൊടുക്കാൻ തീരുമാനമില്ല. അവനോടാണ് താല്പര്യമുള്ള. അപ്പം കൂടുതൽ സമയം ചേട്ടൻ വണ്ടി ഓട്ടം പോയാലും കൂടുതൽ സമയം നോക്കുന്നത് ഞാനാണ്. എന്തൊക്കെയാണ് ഒരു ദിനചര്യ പറയുകയാണെങ്കിൽ രാവിലെ തൊട്ട് എന്തൊക്കെ പരിപാടികളാണ് ചെയ്യുന്നത്? രാവിലെ കുളിപ്പിക്കും, രാവിലെ എന്നും കുളിപ്പിക്കും. രാവിലെയും വൈകിട്ടും എപ്പോഴും കുളിപ്പിക്കും 2 നേരം. അതുപോലെ കാലത്ത് വെള്ളം കൊടുത്താൽ ഞാനും മോനും കൊണ്ടുപോയി കെട്ടും. അത് കഴിഞ്ഞ് ഉച്ചക്ക് വെള്ളം കൊടുക്കും. ഉച്ചക്ക് ഒന്ന് വെറുതെ മേത്ത് വെള്ളം നനച്ചിടും. പിന്നെ ഉച്ച തിരിഞ്ഞിട്ട് ഞങ്ങൾ തീറ്റാൻ പോകും. തീറ്റി കഴിഞ്ഞ് പിന്നെ കൊണ്ടുവന്ന അപ്പൊ വെള്ളം കൊടുത്ത് അപ്പൊ ഒന്ന് കുളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെ കൊണ്ട് കെട്ടി നിർത്തും. ഇവിടെ തന്നെയാണ് മൊത്തം? ഇവിടെ തന്നെയാണ് മൊത്തം എപ്പോഴും. മാമൻ നോക്കുന്ന സ്ഥലമാണ്, അപ്പൊ അത് കാരണം ഞങ്ങൾ ഇവിടെ തന്നെ കെട്ടുന്നത്. അപ്പം വേറെ ഇനി ഒരു പോത്തിനെ വാങ്ങാനുള്ള ഇതുണ്ടോ? അതോ ഇവനെ തന്നെ വളർത്തി പേരെടുപ്പിക്കാൻ? ഇല്ല, ഇവനെ കൊടുത്തു കഴിഞ്ഞാല് വേറെ ഒരെണ്ണം വാങ്ങും. ഇവനെ കൂട്ടു വേണ്ട, അത് കാരണം. അപ്പൊ ഇവനെ കൊടുത്തു കഴിഞ്ഞാൽ 2 കൂടി വാങ്ങിച്ചിടണം എന്ന് ആഗ്രഹമുണ്ട്. ശരി. അപ്പം ഒരു ഫാമിലിയുടെ പോത്ത് വളർത്തൽ കാര്യമാണ്. പിള്ളേ മക്കൾക്ക് എങ്ങനെ പോത്തിനൊക്കെ ഇഷ്ടമാണോ? ഇതിനെ ഏറ്റവും വലിയ ഇഷ്ടം ആരാ? ഏത് പോത്തിന്? അവനാണോ ഇഷ്ടം? എല്ലാവർക്കും ഇയാൾക്കോടോ? എനിക്ക് 2 പോത്തിനെ ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഇവന്റെ മുകളിലേക്കാണോ കയറുന്നത് എപ്പോഴും? അതോ അവന്റെ മുകളിലും കയറുമോ?
ഇവന്റെ മുകളില്. ഇവനായിട്ടാണോ കൂടുതൽ കുസൃതി ഉള്ളത്? എന്താ പേരെന്തോ? നിശൽജിത്ത്. എന്ത് പഠിക്കുക? 5. മോളത്തില്ല? 2. പഠിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെ പഠിക്കുന്നത്? പെരുങ്ങോട്ടുകര പഠിക്കുന്നത്. അപ്പം ഒരു ഫാമിലിയുടെ ഒരു പോത്ത് വളർത്തൽ ആണ് നമ്മൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റിയത്. വളരെ ചിട്ടയായിട്ട് വളർത്തുന്ന ഒരു ചിട്ടയായിട്ട് വളരുന്ന ഒരു പോത്ത് നമ്മുടെ വിഷ്ണുവായ കർണനും ഇച്ചിരി കുറുമ്പോടെ വളരുന്ന അവിടെ പെരുങ്ങോട്ടുകര ഭദ്രനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. 2 നല്ല പോത്തുകളെ പരിചയപ്പെടാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഒരു ഫോട്ടോ അയച്ചു തന്നപ്പോൾ എനിക്ക് ഈ ഒരു പോത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജിൻചേട്ടൻ ഒരു വാട്സപ്പിൽ ഫോട്ടോ അയച്ചു തന്നായിരുന്നു. അപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഒന്ന് ജസ്റ്റ് കാണിക്കാം, നിങ്ങളെ ഒന്ന് കണ്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരുടെയും സഹായമില്ലാതെ ഇവൻ റോഡിൽ ഇങ്ങനെ നിൽക്കുന്ന തലയെടുത്ത് ആന നിൽക്കുന്ന രീതിയിൽ ഒരു സ്ട്രെച്ചിൽ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ഭുതം തോന്നി. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ഭീമാകാരം പോത്തൊന്നും അല്ല, എങ്കിലും അവൻ ചിട്ടയായിട്ടുള്ളൊരു നിപ്പ് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏത് പോത്തിൻ്റെ ആയാലും തലയൊക്കെ പിടിക്കണമെങ്കിൽ ഒരു മൂക്കയർ പിടിച്ച് അതിനകത്ത് പൊക്കണം. അങ്ങനെ മൂക്കയർ പിടിക്കുമ്പോൾ ഒരുപാടധികം ആൾക്കാർ വിമർശിക്കാറുണ്ട്, അതിൻ്റെ മൂക്കി പിടിച്ച് ഇങ്ങനെ വലിക്കരുത്, അതിന് വേദന എടുക്കുമെന്നൊക്കെ. അപ്പോൾ ഞാനും അതിനൊന്നും താല്പര്യമുള്ള ആളല്ല. പക്ഷേ ഈ പോത്തിൻ്റെയൊക്കെ ചന്തം എന്ന് പറയുന്നത് അതൊക്കെയാണ്. തല പൊക്കുമ്പോഴേക്കാണ് അതിൻ്റെ ഒരു ചന്തം എന്നുള്ള രീതി കൊണ്ടാണ് നമ്മൾ അതിനെയൊക്കെ അങ്ങനെ പൊക്കുന്നതും കാണിക്കുന്നതൊക്കെ. പക്ഷേ ഇതിൻ്റെ ഒന്നും സഹായമില്ലാതെ ഒരു പോത്ത് സ്റ്റാൻഡായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയൊരു ആകാംക്ഷ തോന്നി. ഈ പോത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന്. അക്ഷരാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരാനയുടെ ചിട്ട പഠിപ്പിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ആ ഒരു ചിട്ട ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെയൊക്കെ ഒരു ആനയെ നിർത്താൻ പറ്റുമോ, അതൊരു പോത്തിനെ നിർത്താൻ പറ്റും എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ അത് തന്നെ നടക്കുന്നത് ആനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ചേട്ടാ എനിക്കറിയത്തില്ലായിരുന്നു പുള്ളി ആന ഫീൽഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ആന ഫീൽഡിലാണെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ശരിയാണ്, പോത്തിനെ നിർത്തുന്നതൊക്കെ ആനയുടെ ഒരു ചിട്ടയോടുകൂടിയാണ് നിർത്തുന്നതും അത് പറഞ്ഞാലൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു 25 ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് ആ ഒരു ചിട്ടയിൽ നിന്ന് അവൻ വിട്ടുപോയത്. നമ്മുടെ കർണൻ അവ ഇരിക്കുകയും ചെയ്യുമായിരുന്നു, മുട്ട് തരികയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ ഈ ആനയുടെ മുട്ട് ചോദിക്കുന്നതിൻ്റെ തൊട്ട് ആ മുട്ടൊക്കെ തരുമായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേരള റൗണ്ടപ്പിൻ്റെ ഇന്നത്തെ നമ്മുടെ പെരുങ്ങോട്ടുകര, തൃശ്ശൂർ ജില്ലയിലെ പെരുങ്ങോട്ടുകര എന്ന് പറയുന്ന സ്ഥലത്ത് 2 പോത്തുകളുടെ കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ കേരള റൗണ്ടപ്പിൻ്റെ എപ്പിസോഡുകൾ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. കുറച്ച് ഫാമിലി മാറ്ററും കുറച്ച് ജോലി തിരക്കൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് ബാക്കിലോട്ട് പോകേണ്ടി വന്നത്. അപ്പോൾ ഇനിയും തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാടധികം എഫേർട്ട് എടുക്കുന്നുണ്ട്. പലയിടത്തും പോയിട്ട് നല്ല പോത്തുകളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇനിയും അധികം പോത്തുകൾ വരാനുണ്ട്, പോത്തുകളെ പരിചയപ്പെടുത്താനുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സോനു സുൽത്താൻ്റെ കുട്ടികൾ, ഇതിൻ്റെയൊക്കെ വീഡിയോസ് വരാനുണ്ട്. അതുപോലെ തന്നെ സുൽത്താൻ ഇവിടെ ഉണ്ട്, നമ്മുടെ അഭിചേട്ടൻ്റെ കയ്യിൽ, അതുപോലെ നജീബിൻ്റെ കയ്യിലൊക്കെയുള്ള സുൽത്താൻ പോത്തുണ്ട്, അതിനെ പരിചയപ്പെടുത്താനുണ്ട്. ഒരുപാടധികം ഫാമുകൾ പരിചയപ്പെടാനുണ്ട്, എരുമകളെ വളർത്തുന്ന ഫാം പരിചയപ്പെടാനുണ്ട് തൃശ്ശൂർ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ വരാനിരിക്കുന്നു. എല്ലാം സ്റ്റേ ട്യൂൺ. അതുപോലെ തന്നെ നമ്മുടെ കേരള റൗണ്ടപ്പിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾ മറക്കണ്ട. 51ാമത്തെ എപ്പിസോഡ് മുതൽ 100ാമത്തെ എപ്പിസോഡ് വരെ, കേരള റൗണ്ടപ്പിൻ്റെ അവസാനം വരെ ഒരുപാടധികം സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിൻ്റെ തുടക്കം എന്നോണം മേഡൻ മൊറാഫം ജോഷേട്ടൻ ഒരു പോത്തുകുട്ടിയും, KM ബിനുചേട്ടൻ ഒരു എരുമക്കുട്ടിയും, അതുപോലെ തന്നെ നമ്മുടെ ഷാനുക്ക കാട്ടൂർ ഷാനവാസക്ക ഒരു സർപ്രൈസ് ഗിഫ്റ്റും, സൈഡ് സിനിമ ഹെൽത്ത് എന്ന് പറയുന്ന കമ്പനി ക്ഷീര കർഷകർക്ക് 10 കർഷകർക്ക് 2.5 കിലോ വീതമുള്ള ചൂടാകാനും അതുപോലെ തന്നെ ഹീറ്റ് ആകാനും അതുപോലെ തന്നെ ചെന പിടിക്കാനും ആവശ്യമായിട്ടുള്ള ഒരു മിനറൽ പൗഡറും 2.5 കിലോ വെച്ച് 10 കർഷകർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും, www.papayablogs.com നമ്മുടെ വെബ്സൈറ്റാണ്. അതിൽ കയറുക, നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, സ്ഥലം രജിസ്റ്റർ ചെയ്യുക. കേരള റൗണ്ടപ്പിൻ്റെ അവസാനം ഞെരക്കെടുപ്പിലൂടെ ആയിരിക്കും വിജയികളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കേരള റൗണ്ടപ്പിൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ബൈ ബൈ.